അതിസങ്കീർണമായ മനുഷ്യ ശരീരം വിരൽ ചൂണ്ടുന്നത് ഒരു തകരാറുമില്ലാതെ ഓടുന്ന ഒരു പറ്റം സിസ്റ്റങ്ങളുടെ കലവറയാണ് നമ്മുടെ ശരീരം. അതിൻ്റെ പിന്നിലെ സ്രഷ്ടാവിനെ നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ചോദ്യമാണ്. രണ്ടേ രണ്ട് വാചകങ്ങൾ മാത്രമേ ഉള്ളൂ. തീർച്ചയായും. പക്ഷേ പലപ്പോഴും നമ്മൾ ഇന്നത്തെ ഈ ആധുനിക സംവിധാനങ്ങളെയും ടെക്നോളജിയൊക്കെ ഭയങ്കര സംഭവമായിട്ട് പറയുമല്ലോ. തീർച്ചയായും. അങ്ങനെ സംഭവമായിട്ട് പറയുന്ന വാട്സപ്പാണെങ്കിലും ഫേസ്ബുക്കാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ചില സന്ദർഭങ്ങൾ സ്റ്റെക്കായിട്ടുണ്ട്. അതെ, പണി മുടക്കിയിട്ടില്ലേ തീർച്ചയായും. ഫേസ്ബുക്കും വാട്സപ്പൊക്കെ കുറച്ച് മുമ്പ് അല്ലേ? അപ്പോൾ ഇത്രയധികം വ്യവസ്ഥാപിതം നമ്മളെ അത്ഭുതപ്പെടുന്ന രൂപത്തിൽ ടെക്നോളജി എന്നൊക്കെ പറയുമ്പോഴും അതിനുപോലും സ്റ്റെക്കാകുന്ന അല്ലെങ്കിൽ അല്ലേ സിസ്റ്റത്തിന് പ്രശ്നം വരുന്ന, എന്നിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ഒക്കെ വരും. അതെ, മെറ്റയുടെ ഒക്കെ പേജിൽ അതെ, ചെറിയൊരു പ്രശ്നമാണ്, അല്പസമയം കൊണ്ട് തകരാറൊക്കെ പരിഹരിക്കപ്പെടുമെന്ന് പറയും. തീർച്ചയായും. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അതിനേക്കാൾ എത്രയോ അത്ഭുതം നിറഞ്ഞതാണ് നമ്മുടെയൊക്കെ ഉള്ളിലെ കലവറ എന്ന് പറയുന്നത്. എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിലേക്ക് നോക്കിയാൽ മതി സിത്താവിനെ കണ്ടെത്താൻ. ഇപ്പോൾ ചെറിയൊരു നഖമെടുത്താൽ ആ നഖത്തിൻ്റെ പൊസിഷൻ ഇല്ലേ, അത് വിരലിൻ്റെ അറ്റത്ത് എന്തുകൊണ്ട് സ്ഥാപിച്ചു? ആ വിരലുകൾക്ക് കൈകൾക്ക് ഒരു പിടുത്തത്തിനൊരു നല്ല ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ ഓരോന്നും കണ്ണിനെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി എന്ന് പലപ്പോഴും കണ്ണ് ഡോക്ടർമാരുടെയൊക്കെ സംസാരത്തിൽ കേട്ടിട്ടുണ്ട്. അതിൻ്റെ പീലികൾക്ക്, പുരികത്തിന്, അതിന് കണ്ണിൻ്റെ ഉള്ളിലേക്ക് ചെന്നാൽ പിന്നെ ഓരോന്നിനും നോക്കൂ, കൃത്യമായ ദൗത്യമുണ്ട്. അതെ, കൺപീലികളും കൺപുരികവും അതിൻ്റെ തൊട്ട് മേലെ താഴെ മുടിയും താടിയൊക്കെ ഉണ്ട്. അതെ, അതെ, അതെ. അത് വളരുന്ന പോലെ അതിന് തൊട്ടടുത്തുള്ള കൺപീലികളോ പുരികമോ വളരുന്നില്ല. അതെ. മാത്രമല്ല, അത് ചിമ്മുന്നത്, അതിന് ഓരോന്നും കൃത്യമായ ദൗത്യമുണ്ടല്ലോ. അങ്ങനെ ശരീരത്തിനകത്തേക്ക് ചെന്നാൽ പിന്നെ പറയുകയും വേണ്ട. ആരും സ്വിച്ചിട്ടിട്ടല്ലോ രാവിലെ ഹൃദയം തുടങ്ങുന്നത്, രാവിലെ എന്നല്ല, അതെ, ഓരോ സമയത്തും. തീർച്ചയായും. ഒരു ആവറേജ് ആയുസ്സുള്ള ഒരു 70-80 വയസ്സ് പിന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ നിമിഷം മുതൽ അവസാന നിമിഷം വരെ അത് മിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഉറക്കത്തിലെന്നോ ഉണർച്ചയിലെന്നോ വ്യത്യാസമില്ലാതെ. അങ്ങനെ പിന്നെ കിഡ്നിയെ സംബന്ധിച്ചിടത്തോളം എടുത്താൽ, അങ്ങനെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ എടുത്താലും അത് കൃത്യമായ ദൗത്യം നിർവഹിക്കുന്നു എന്നത് ഒരു സമയത്തിൻ്റെ വ്യത്യാസമില്ലാതെ, അല്ലെങ്കിൽ കാലത്തിൻ്റെ വ്യത്യാസമില്ലാതെ, കാലാവസ്ഥയുടെ വ്യത്യാസമില്ലാതെ അത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതെ, ആരും നിയന്ത്രിച്ചിട്ടല്ലല്ലോ. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ സാങ്കേതിക വിദ്യകളും മറ്റൊക്കെ എത്രയോ പേരുടെ എഫേർട്ട് കൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. എന്നാലും അതിലൊരു തകരാറുണ്ടാകും. ഇവിടെ ആരാണ് ആ എഫേർട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് അതിന് പിന്നിലുള്ള നിയന്താവ് എന്നത് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഒരു സൃഷ്ടാവുണ്ട്. എനിക്ക് ഇന്നും ഇന്നലെയായിട്ട് രാത്രി ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഫോണിൽ ടോർച്ച് ഓൺ ചെയ്തിട്ട് പോക്കറ്റിലിടേണ്ടി വന്നു, ഇങ്ങനെ മുന്നിൽ വെളിച്ചം കിട്ടാൻ വേണ്ടി. അപ്പോൾ ഈ പൊടിപടലങ്ങൾ, വെളിച്ചത്തിൻ്റെ മുമ്പിൽ പൊടിപടലങ്ങൾ വിസിബിൾ ആവുമല്ലോ, അതായത് ധൂളികൾ നമ്മൾ സാധാരണ പറയാറുള്ളത്. സത്യത്തിൽ ആ ധൂളികൾ എപ്പോഴും നമ്മുടെ മൂക്കിലൂടെ അകത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ അതൊരിക്കലും നമുക്കൊരു പ്രശ്നമായി മാറുന്നില്ല. അതുകൊണ്ട് മാത്രം ഒരാൾക്കും ആസ്മയൊന്നും വരാറില്ല. എന്നാൽ അതേസമയം കുറച്ചുകൂടി വലിയ പൊടിപടലങ്ങളൊക്കെ ആണെങ്കിൽ പ്രശ്നമാണ് താനും. അപ്പോൾ എന്തെല്ലാം സംവിധാനങ്ങളാണ്, എന്തെല്ലാം ഫിൽറ്ററിങ് സംവിധാനമാണ് നമ്മുടെ ശരീരത്തിൽ അള്ളാഹു ഒരുക്കിയിട്ടുള്ളത്. അത് 24 hours എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. അതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു സെർട്ടാവിനെ കണ്ടെത്താൻ യഥാർത്ഥത്തിൽ മനുഷ്യ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെക്കുറിച്ചും ആലോചിച്ചാൽ മാത്രം മതി എന്നതാണ്. അതൊന്നും വെറുതെ ഉണ്ടായതല്ലല്ലോ, ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. മാത്രമല്ല, അതിൻ്റെ ഹൃദയത്തിൻ്റെ വാൽവുകളെക്കുറിച്ചുമൊക്കെ അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നന്നായി അറിയുന്ന ആളുകൾ പറയാറുണ്ട്. അത് എത്രത്തോളം മനോഹരമായിട്ടാണ് അത് സംവിധാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, മനുഷ്യൻ കണ്ടെത്തിയ പല കാര്യങ്ങളും, അതായത് മനുഷ്യൻ പിന്നീട് കണ്ടെത്തിയ പല കാര്യങ്ങളും പിന്നെ മനുഷ്യ ശരീരത്തിലെ പല അവയവങ്ങളെയും മോഡൽ ചെയ്തതാണ് എന്നതാണ്, അതായത് കോപ്പി ചെയ്തതാണ് എന്നതാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു മുൻമാതൃകയില്ലാതെ സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ യഥാർത്ഥത്തിൽ അള്ളാഹു മാത്രമാണല്ലോ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനുണ്ടാക്കിയ എന്തൊരു കാര്യവും അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു സെറ്റപ്പിൽ നിന്ന് കോപ്പി ചെയ്തതാണ് എന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ മനുഷ്യ ശരീരത്തിലെ ഏതൊരു അവയവം എടുത്താലും വളരെ കൃത്യമായി അത്തരത്തിലുള്ള ഒരു സൃഷ്ടാവിനെ കണ്ടെത്തുവാൻ വേണ്ടി കഴിയും എന്നത് തന്നെയാണ് നമുക്ക് ഈ ഒരു വഴിവിളക്കിൻ്റെ
വെളിച്ചത്തിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത്?